വളരെ എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ പെരട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കടായി വെച്ചിട്ട് അതിലൽപ്പം വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്നവരെ, വെളിച്ചെണ്ണയിൽ വെള്ളം തെറിച്ചുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. കയ്യിലെ വെള്ളം അതിൽ തെറിച്ചു പോയി. അങ്ങനെ വെളിച്ചെണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി. ലൈറ്റ് ഓഫായി വരുന്നതൊന്നും വിചാരിക്കരുത്, കറണ്ട് പോയി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കറണ്ട് പോകുമ്പോൾ ഞാൻ ഫോണിലെ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് ഓഫാവും ഓണാവും ചെയ്യും. ഞാൻ അരിഞ്ഞ് വെച്ച ഉള്ളി ചേർക്കുക. ചിലർ ഉള്ളി നേർങ്ങനെ മുറിക്കും, ചിലർ ഉള്ളി ഇങ്ങനെ ചെറുതായി അരിഞ്ഞിടും. ഞാനിങ്ങനെ ചെറുതായി അരിഞ്ഞിടുകയാണ് ചെയ്തത്. ചെറുതായി അരിഞ്ഞിട്ടാൽ വേഗം വഴറ്റി കിട്ടും. ഒരു ഗോൾഡൻ കളർ വരെ ആവണം, എന്നാൽ മാത്രമേ ചിക്കൻ പെരട്ടിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ചെയ്താൽ ഉള്ളി കടിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് വേണ്ടത്ര ചാറ് കിട്ടില്ല. ചിക്കൻ പെരട്ടിൻ്റെ ചാറാണ് ടേസ്റ്റ്. അതുകൊണ്ട് ഉള്ളി ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ, ചെറുതായി മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം വഴറ്റി കിട്ടും. ഗ്യാസും ലാഭിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗ്യാസൊക്കെ അറിയാതെ കിട്ടാനില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ മുറിച്ചിട്ടത്. ഇങ്ങനെ ഉള്ളി ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഒരു ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് ഉള്ളി വഴറ്റി കിട്ടും. നല്ല ഒരു ബ്രൗണിഷ് കളറാകുന്നവരെ നല്ലോണം വഴറ്റുക. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റുക. നല്ലപോലെ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടാകുമ്പോൾ അല്പം ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗണിഷ് ആകുന്ന വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ലോങ് വീഡിയോ എടുക്കുന്നത്. അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയിരുന്നെങ്കിൽ, ഉള്ളി ബ്രൗൺ ആയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കണം. മൊബൈൽ സ്റ്റാൻഡില്ല, അതുകൊണ്ട് കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയിൽ എത്ര ആൾ സപ്പോർട്ട് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു നോക്കിയിട്ട് വേണം എനിക്കിനി അടുത്തടുത്ത വീഡിയോ മെച്ചപ്പെടുത്തി ഇടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അങ്ങോട്ട് കൂടുതൽ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടാകുമ്പോൾ നല്ലപോലെ വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് 3 പച്ചമുളക് നേരിയതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതും നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി 2 ചെറിയ തക്കാളി അരിഞ്ഞത് അതും കൂടി അതിൽ ചേർത്തിട്ട് നല്ലപോലെ ഉടഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കുക. കുറച്ച് ഉടഞ്ഞ് വരും, മസാല പരുവത്തിലായി വരുന്നവരെ നല്ലപോലെ ഉടഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ ചിക്കൻ പെരട്ടിന് നല്ലൊരു ചാറ് കിട്ടുള്ളൂ, നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അടി പിടിച്ച് പോകരുത്. അടി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറും. ഏകദേശം ആയി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ നല്ലോണം ഉടഞ്ഞ് വന്നതിന് ശേഷം ചിക്കൻ ഇടുക. കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ.
ഇത് ചിക്കൻ ഇട്ടിട്ട് അതും മസാല പിടിച്ച് വരുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിൽ പറ്റുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. ചിലർ പല രീതിയിലും ചിക്കൻ വരട്ടി ചെയ്യാറുണ്ട്. ചിക്കൻ വരട്ടെന്നും പറയും, ചിക്കൻ വരട്ടിയത് എന്നും പറയും. ഇത് എൻ്റെ ഒരു രീതിയിൽ ഒരു ചിക്കൻ വരട്ടാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക. പല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി അല്പം മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. എരിവിനനുസരിച്ച് ചേർത്താൽ മതി. മസാല എല്ലായിടത്താകുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കുക. ചിക്കനിലൊക്കെ മസാല കിട്ടണം. അതുകൊണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് മാത്രം അടുത്ത മസാല ചേർക്കുക. ഇനി ഞാൻ ചിക്കൻ മസാല ചേർക്കാറുണ്ട്. ചില പേര് ചിക്കൻ മസാല ചേർക്കാതെ ചെയ്യുന്നുണ്ട്. അതും വേറെ രീതിയിലുള്ളൊരു ടേസ്റ്റാണ്. ഞാൻ ചിക്കൻ പൊടി ചേർത്തിട്ടാണ് ചെയ്യാറ്. ചിക്കൻ മസാലയാണ് ഇത് ചേർക്കുന്നത്. ഇതൊരു 3 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഞാൻ തീർന്നു പോയിട്ട് ഇപ്പം മേടിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പാക്കറ്റിലിടുന്നത്. ഒരു 3 ടീസ്പൂൺ അളവ് ഏകദേശം അത്രയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 3 ടീസ്പൂൺ ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അടുത്തത്. പിന്നെ മല്ലിപ്പൊടി ചേർക്കാതെ ചെയ്യുന്നതും ഒരു ടേസ്റ്റാണ്. മല്ലിപ്പൊടി വേണ്ടാത്തവർ മല്ലിപ്പൊടി ഇടണ്ട. ഞാൻ മല്ലി ചേർത്തിട്ടുണ്ട്. എനിക്ക് ചാറ് വേണം, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ, ഒരു കുറുകിയ ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി വേണ്ടാത്തവർ അത് സ്കിപ്പ് ചെയ്യുക. അതുപോലെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടാകുമ്പോൾ മസാലയെല്ലാം എല്ലാ ചിക്കനിലും ആയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചിക്കനിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വീഡിയോ എടുക്കല്ല, ഓണാക്കിയിനി അത് വീഡിയോയിൽ ആഡായിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അല്പം വെള്ളം ചേർക്കുക. എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് അല്പം വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. ഒരു 20 മിനിറ്റ് അടച്ചിട്ട് കുക്ക് ചെയ്യുക. 20 മിനിറ്റ് നല്ലോണം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് ചിക്കൻ വേകുന്ന വരെ കുക്ക് ചെയ്ത് എടുക്കുക. അവസാനം ആയിട്ടാകുമ്പോൾ അല്പം കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി വിതറിയിട്ടാകുമ്പോൾ അടച്ചു വെക്കുക. അങ്ങനെ ചിക്കൻ പെരട്ട് തയ്യാറായി. എല്ലാവരും ചെയ്ത് നോക്കി പറയുക. ഇങ്ങനെയാണ് അവസാനം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും മല്ലിയിലയും വിതറിയിട്ട് ഓഫ് ചെയ്ത് കളയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്ത് നോക്കുക.